ഈ മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഈ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. അതിന് ഒരു 60 ദിവസത്തെ സമയവുമുണ്ട്. ആ 60 ദിവസത്തിനുള്ളിലാണ് ഇവർ ചർച്ചകൾ ചെയ്ത് ആ മേഖലയിലെ സമാധാനത്തിന് പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടരും എന്ന് ഇതിനു മുമ്പ് പ്രഖ്യാപിച്ചത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ ഈ 3 കാര്യങ്ങൾ, അതായത് ഹോർമസ് എന്നതും ലെബനോൺ എന്നതുമാണ് ഇറാന്റെ സൈഡിൽ നിന്നുള്ള ഏറ്റവും വലിയ ഒരു പോയിന്റ് എങ്കിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത് ഇപ്പോഴും ന്യൂക്ലിയർ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ്. ഇതിൽ ഇറാൻ വളരെ വ്യക്തമായ ഭാഷയിൽ ഇന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്, ഹോർമോസിന്റെ പൂർണ്ണമായിട്ടുള്ള കൺട്രോൾ എന്നത് തങ്ങളുടെ കയ്യിലാണ് എന്നത്. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം തീർത്തും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു പ്രൊപ്പോസിഷൻ അല്ല. അതുകൊണ്ട് തന്നെ ഈ സംഘർഷം അത്ര പെട്ടെന്ന് അയയാനുള്ള സാധ്യതയുമില്ല. ഇതിൽ ഈ മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിലും ഇതിനെക്കുറിച്ച് വ്യക്തതയില്ല. ഹോർമസ് എന്ന് പറയുന്നത് ഇറാന്റെയും ഒമാന്റെയും 2 രാജ്യങ്ങൾക്കിടയിലുള്ള ഒരു സ്ഥലമാണ്. അത് പൂർണ്ണമായും ഒമാന്റെ സൈഡിലുള്ള സ്ഥലത്തുകൂടെ കപ്പലുകൾക്ക് കടന്നു പോകാം എന്നുള്ളൊരു ഒരു ഒരു പ്രൊപ്പോസിഷനാണ് അമേരിക്ക വന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിനെയാണ് ഇപ്പോൾ ഇറാൻ പ്രതിരോധിക്കുന്നത്. ഈ ഹോർമസിന്റെ പൂർണ്ണമായിട്ടുള്ള അധികാരം തങ്ങൾക്കാണെന്നും അതിലൂടെ ഒരു കപ്പലിനും കടന്നു പോകാൻ തങ്ങളുടെ അനുവാദത്തോടെ അല്ലാതെ സാധ്യമല്ല എന്നുമാണ് ഇറാൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇറാൻ ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിന് വേണ്ടി അയൽക്കാരുമായി എല്ലാം സംവദിക്കുന്നുണ്ട് ഇപ്പം. എന്ന് വെച്ചാൽ ഇന്ന് ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ ഇറാഖിൽ പോയിട്ടുണ്ട്, മറ്റ് GCC രാജ്യങ്ങളുമായിട്ടെല്ലാം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇറാൻ ഈ മേഖലയിൽ വലിയ രീതിയിലുള്ള ഒരു മൊബിലൈസേഷൻ നടത്തുന്നുണ്ട്. പക്ഷെ അമേരിക്കക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ ഇറാന്റെ ഈ നിലപാടിനോട് യോജിക്കാൻ സാധ്യമല്ല. അത് ട്രംപിന്റെ വലിയൊരു പരാജയമായി അമേരിക്കയിൽ വിലയിരുത്തപ്പെടും. അത് മാത്രമല്ല, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ജൂലൈ 4 എന്നത് വലിയൊരു പ്രധാനപ്പെട്ട ദിവസമാണ്. അതായത് 250-ാം വാർഷികമെല്ലാം ആഘോഷിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഒരു വീക്ക് പ്രസിഡന്റ്, ഇറാന്റെ മുമ്പിൽ പരാജയപ്പെട്ട ഒരു പ്രസിഡന്റായി സ്വയം പ്രതിഷ്ഠിക്കാൻ ട്രംപിന് ഒരു താല്പര്യവും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ തൽക്കാലം ഈ സംഘർഷം ഇതേ രീതിയിൽ തുടരാനാണ് സാധ്യത. പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്, ഇതിന്റെ കൊളാറ്ററൽ വിക്ടിംസ് എന്നത് GCC രാജ്യങ്ങളാണ്. അതായത് UAE, ഖത്തർ, അതേപോലെ കുവൈറ്റ് കാര്യം തന്നെയാണ് പ്രധാനമായിട്ട്. കാരണം ഈ നടത്തിയ വ്യോമാക്രമണങ്ങൾക്കൊക്കെ, അമേരിക്കയുടെ വ്യോമാക്രമണങ്ങൾക്ക് ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുന്നത് ഈ കുവൈറ്റും ബഹ്റിനും ഒക്കെ തന്നെയാണ്. അപ്പോ ഈ ഒരു കരാർ വരുമ്പോൾ ഏറ്റവും അധികം സന്തോഷിച്ചതും ഏറ്റവും അധികം ആശ്വസിച്ചതും GCC രാജ്യങ്ങളായിരുന്നു. ഇനി അവരുടെ ഭാവി എന്താണ്? ഇനി മുന്നോട്ട് പോക്ക് എന്താണ്? ഇനി എല്ലാ കാലവും ഇങ്ങനെ ഭയന്ന് തന്നെ ജീവിക്കേണ്ട ഒരു സാഹചര്യമാണോ GCC രാജ്യങ്ങൾക്കുള്ളത്? ഈ സംഘർഷത്തിലെ ഏറ്റവും വലിയ ഇരകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GCC രാജ്യങ്ങൾ തന്നെയാണ്. കാരണം GCC രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവനാഡി എന്നുള്ളത് ഓയിലാണ്. ഓയിലിന്റെ എക്സ്പോർട്ടാണ് അവരുടെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്രധാന ഫാക്ടർ. അതിലാണ് ഇപ്പോൾ പിടിമുറുക്കം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംഘർഷം എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് മാത്രവുമല്ല, GCC രാജ്യങ്ങളെ എന്നത് ഒരു അമേരിക്കയുടെ എക്സ്റ്റൻഡഡ് കോളനികൾ തന്നെയാണ്. അതായത് ചരിത്രപരമായിട്ടുള്ള അതിന് കാരണങ്ങളുണ്ട്, അതിലേക്ക് കടക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് ഈ GCC രാജ്യങ്ങൾക്ക് അമേരിക്കയുടെ തണലിൽ നിന്ന് മാറി നിൽക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ സാധിക്കുകയില്ല. അമേരിക്കയുടെ ഒട്ടനവധി മിലിറ്ററി ബേസുകൾ ആ മേഖലയിലെല്ലാം ചിതറിക്കിടക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഇറാന്റെ കയ്യിലെ ഏറ്റവും വലിയ ഒരു ആയുധവും. അതായത് അമേരിക്ക ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ ഇറാൻ GCC രാജ്യങ്ങളെ ആക്രമിക്കുക എന്നുള്ള ഒരു തരത്തിലുള്ള വിചിത്രമായിട്ടുള്ള യുദ്ധ ലോജിക്കാണ് അവിടെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലും കൂടുതലായിട്ട് ഇപ്പോൾ ഇറാൻ ആവശ്യപ്പെടുന്നത് ഇറാന്റെ മാത്രം പ്രൊട്ടക്ഷൻ അല്ല, ലെബനോന്റെ പ്രൊട്ടക്ഷനും കൂടെ ഇറാൻ ഇതിലേക്ക് കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതായത് ഇസ്രായേൽ ലെബനോനെ ആക്രമിക്കുകയാണെങ്കിലോ ആണെങ്കിൽ ഈ യുദ്ധം തുടരും. ഈ ഹോർമസിൽ കൂടെ കപ്പലുകൾ പോവുകയാണെങ്കിൽ ഈ യുദ്ധം അവസാനിക്കില്ല. എന്ന് വെച്ചാൽ ഈ 2 രാജ്യങ്ങൾക്കും ഇടയിൽ, അമേരിക്കയ്ക്കും ഇറാനും ഇടയിലുള്ള സംഘർഷത്തിന്റെ മൂലഹേതു എന്നത് ഈ ന്യൂക്ലിയർ പദ്ധതി ആയിരുന്നു തുടക്കത്തിൽ എങ്കിൽ ഇപ്പോൾ അതിനകത്തേക്ക് ഒട്ടനവധി മറ്റ് വേരിയബിളുകൾക്ക് കൂടി കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പ്രശ്നങ്ങളെ ഇത്രയും രൂക്ഷമാക്കി മാറ്റുന്നത്. ഇപ്പോ നിലവിലെ സാഹചര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുമ്പോൾ, അതായത് ട്രംപ് അടക്കം അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്.
ഈ ജോലി അവസാനിപ്പിക്കാനായി അമേരിക്കൻ സൈന്യത്തിനെ നിർബന്ധിതരാക്കരുത്, ഞങ്ങളുടെ ജോലി നിങ്ങൾ എടുക്കരുത്, ഇത്തരത്തിലൊക്കെയുള്ള ഇറാനെ സംബന്ധിച്ച് IRGC സംബന്ധിച്ച് വലിയ തോതിൽ തന്നെ പ്രകോപനം സൃഷ്ടിക്കുന്ന വാക്കുകളാണ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. അപ്പോ ഈ ഒരു നിലപാടിനോട് ഇറാൻ പ്രതികരിച്ചിരിക്കുന്നത് ഒരു കാലത്തും സമാധാനത്തിലേക്ക് വരാത്ത രീതിയിലേക്ക് ഞങ്ങളെ നിർബന്ധിതരാക്കരുത് എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. എന്താകും ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും വാക്കുകൾ മൂലവും അതുപോലെ തന്നെ സൈനികപരമായും ഒക്കെ തന്നെ ഈ ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ? ട്രംപിന്റെ വാക്കുകൾ നമ്മൾ അത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് അദ്ദേഹം ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ പറഞ്ഞത് കൊണ്ട് തന്നെ പുലി വരുന്നേ എന്നുള്ളത് പറഞ്ഞത് ആരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ പുലി വരുമോ എന്നുള്ള ഒരു ആശങ്ക ആ മേഖലയിലെല്ലാം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. കാരണം ഇത് ട്രംപിന്റെ അമേരിക്കയുടെ തന്നെ വളരെ പ്രസ്റ്റീജ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. ഇതിലേക്ക് കൂടുതൽ ഡിമാൻഡുകൾ ഇറാന്റെ ഭാഗത്തു നിന്നും വന്നതോടുകൂടെ ഈ സംഘർഷം കൂടുതൽ മുറുകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും ഇപ്പോൾ GCC രാജ്യങ്ങൾക്ക് മേൽ ഇറാൻ ആക്രമണം കടുപ്പിക്കുകയാണെങ്കിൽ ഇത് കൂടുതൽ വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. ഈ യുദ്ധം തുടങ്ങിയത് ഫെബ്രുവരി 28 തുടങ്ങിയപ്പോൾ ആദ്യത്തെ 10-12 ദിവസം അമേരിക്കയുടെ വലിയ രീതിയിലുള്ള ഒരു ബോംബിംഗ് നമ്മൾ ഇറാനിൽ കണ്ടിട്ടുണ്ട്. അത് പെട്ടെന്ന് കുറയുകയും പിന്നെ ഈ ചർച്ചകളിലേക്ക് വഴിമാറുകയൊക്കെ ചെയ്തുകൊണ്ടാണ് ഇതൊരു പ്രശ്നങ്ങളില്ലാതെ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഹോർമുസ് അതായത് ഹിസ്ബുള്ള, ഹമാസ്, ഹൂതി ഇത്തരത്തിലുള്ള ഒരു 3 H ആയിരുന്നു ഇറാന്റെ കയ്യിലുണ്ടായിരുന്നത്. അതിലേക്ക് കൂടെ ഒരു 4മതായിട്ടുള്ള ഹോർമസ് എന്നൊരു H കൂടെ ഇറാന്റെ കയ്യിൽ കിട്ടിയതോടുകൂടെ ഇറാൻ പൂർവാധികം കരുത്തരാണ്. ഈ ബോധ്യം അമേരിക്കക്കകത്ത്, അമേരിക്കൻ പാർലമെന്റിനകത്ത് എല്ലാം വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ ഭാഗത്തു നിന്ന് എത്തരത്തിലായിരിക്കും ഇനി മുന്നോട്ടുള്ള നീക്കം എന്നുള്ളത് ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യുക എന്നുള്ളത് അല്പം ബുദ്ധിമുട്ടുള്ളതാണ്. അമേരിക്ക ഈ യുദ്ധത്തിൽ നിന്നും എങ്ങനെയെങ്കിലും ഓഫ് റാം ചെയ്യണം, അല്ലെങ്കിൽ ഇറങ്ങി പോകണമെന്നുള്ള താല്പര്യത്തോടുകൂടിയാണ് ഇത്രയും കാലം സംസാരിച്ചതെങ്കിൽ ഇന്നലെയും ഇന്നുമെല്ലാം ട്രംപിന്റെ ഭാഷയിൽ അതിന്റെ കരുത്ത് കൂടിയിട്ടുണ്ട്. മാത്രവുമല്ല GCC രാജ്യങ്ങളുടെയും ക്ഷമ പരീക്ഷിക്കുന്ന രീതിയിലാണ് ഇറാന്റെ പ്രൊവക്കേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അല്പം സംഘർഷഭരിതം തന്നെയാണ് ആ മേഖല കഴിഞ്ഞ നാളുകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ. ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.